40-ലേറെ ദിനങ്ങൾ പിന്നിട്ടിട്ടും കലാപം അവസാനിപ്പിക്കാനോ നിയന്ത്രിക്കാനോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് മണിപ്പൂരിൽ കഴിയുന്ന റിട്ടയേർഡ് ലഫ്റ്റനന്റ് ട്വിറ്ററിലൂടെ ഗുരുതര അവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മണിപ്പൂരിൽ വിശ്രമജീവിതം നയിക്കുന്ന സാധാരണ ഇന്ത്യക്കാരനാണെന്നും സംസ്ഥാനം ഇപ്പോൾ ഭരണമില്ലാത്ത അവസ്ഥയിലാണെന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നു. ലിബിയ, ലെബനൻ, നൈജീരിയ, സിറിയ എന്നീ രാജ്യങ്ങളെപ്പോലെ എപ്പോഴും ആരുടെയും ജീവനും സ്വത്തും തകർക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ റിട്ടയേർഡ് എൻ നിഷികാന്ത സിംഗ് ട്വീറ്റ് ചെയ്തത്. മുൻ സൈനിക മേധാവി ജനറൽ VP മാലിക് നിഷികാന്ത സിംഗിന്റെ ട്വീറ്റ് പങ്കുവച്ചാണ് രാജ്യശ്രദ്ധ മണിപ്പൂരിൽ അനിവാര്യമാണെന്ന് ആവശ്യപ്പെടുന്നത്. മണിപ്പൂരിലെ റിട്ടയേർഡ് ലഫ്റ്റനന്റ് ജനറൽ സങ്കടകരമായ കാര്യത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നതെന്നും മണിപ്പൂരിലെ ക്രമസമാധാന പരിപാലനത്തിന് ഉന്നതതലത്തിൽ അടിയന്തര ശ്രദ്ധ വേണമെന്നും VP മാലിക് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം മണിപ്പൂരിൽ അക്രമികൾ അഴിഞ്ഞാടുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കുക്കികളെ ആക്രമിക്കാൻ മേദികൾ വിപുലമായ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. സുരക്ഷാ സേനാംഗങ്ങളുടെ വേഷത്തിൽ പോലും അക്രമങ്ങൾ ഉണ്ടാകാമെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുക്കികൾക്കെതിരെയും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട മേത്തികൾക്കെതിരെയും വ്യാപകമായ അക്രമങ്ങളാണ് അരങ്ങേറുന്നതെന്നാണ് മണിപ്പൂർ സന്ദർശിച്ച MP-മാർ ഉൾപ്പെടെയുള്ള വസ്തുതാ അന്വേഷണ സമിതികൾ വ്യക്തമാക്കുന്നത്. നിരവധി ക്രൈസ്തവ ദേവാലയങ്ങൾ ഇതിനകം തകർത്തു കഴിഞ്ഞു. ആയിരക്കണക്കിന് വീടുകളും സ്ഥാപനങ്ങളും അഗ്നിക്ക് ഇരയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയുടെ വസതിക്കും അക്രമികൾ തീയിട്ടിരുന്നു. മെയ്തികളെ പിന്തുണയ്ക്കുന്നതും കുക്കികളെ കുറ്റവാളികളായി ചിത്രീകരിച്ചുകൊണ്ടുമുള്ള മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ പ്രകോപനപരമായ പ്രസ്താവനകൾ പ്രശ്നങ്ങൾ ഏറെ സങ്കീർണം ആക്കുകയാണ്. ഷെക്കേന ന്യൂസ്, ദില്ലി.